നമസ്കാരം. ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ചില വാക്കുകളും അല്ലെങ്കിൽ ചില ആശയങ്ങളുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഈ വിഷയം. സിനിമയിലെ മാറുന്ന പെൺകാഴ്ചകൾ. ഏതൊരു സാധാരണക്കാരനും ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായമുണ്ടാവും പറയാൻ, പക്ഷേ ആശങ്കകളും ഒപ്പമുണ്ടാവും. ഏതായാലും സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ, സിനിമയുടെ പുറകിൽ, സ്ക്രീനിന് പുറകിൽ പ്രവർത്തിക്കുന്നവരും സിനിമയിൽ സ്ക്രീനിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളിൽ ഭാഗഭാക്കാവുന്ന സ്ത്രീകളും അഭിനേതാക്കളായി നിങ്ങളുടെ മുന്നിലെത്തുന്ന സ്ത്രീകളുമാണ് ഇന്നിവിടെ. ഒപ്പം സിനിമയെ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കുകയും സിനിമയിലെ സ്ത്രീ എന്താണെന്നും അത് എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ അല്ലായിരിക്കുന്നു എന്നും ഒക്കെ കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി തന്നെ നമ്മളോട് സംവദിക്കാൻ സാധ്യമാവുന്ന തരത്തിലുള്ള സ്ത്രീ വ്യക്തിത്വങ്ങളും ഈ പാനലിലുണ്ട്. പരിചയപ്പെടുത്തലുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാത്തിരിക്കുന്നത് ഇവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളതിലേക്കാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ ഈ വേദികളിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു സ്ഥലം ഇതായിരിക്കും. കാരണം നമ്മളെല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ആണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ചില കാര്യങ്ങളിങ്ങനെ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. പക്ഷേ കൂടുതൽ പറയാതിരുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് വളരെ തുറന്ന മനസ്സോടുകൂടി തന്നെ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാം. അതായിരിക്കും കുറച്ചും കൂടി ശരി എന്ന് തോന്നിയത് കൊണ്ടാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറവുകൊണ്ടും അല്ലെങ്കിൽ ഇന്നത്തെ സിനിമയുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കറിയാം, പത്മപ്രിയയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിയയ്ക്ക് ആ ഒരു ഓഡിയൻസിൻ്റെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. പ്രിയോട് തന്നെ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ പറയുന്നത് മാറുന്ന പെൺകാഴ്ചകൾ എന്നാണ്. അങ്ങനെ പെൺകാഴ്ചകൾ ഇന്നത്തെ സിനിമയിൽ പ്രിയ മാറി വരുന്നുണ്ടോ? ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മലയാളം സിനിമ, ലേഡി റെപ്രസെൻറ്റേഷൻ ഇൻ മലയാളം പ്രസൻറ്റ് ഡേ മലയാളം സിനിമ, യു ക്യാൻ ടോക്ക് അബൌട്ട് ദിസ്. When you talk about ഞാൻ മലയാളത്തിൽ ഇത്ര സംസാരിക്കാൻ പറ്റില്ല. സോ ഒരു പെണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ ഐ തിങ്ക് there are two things. One is substance or content and also the quantum. So നമ്മൾ പണ്ടക്കാലത്തിൽ നിന്ന് cinema was a male oriented, like you never had female actors. So from that point of view today that you have female actors is an optimistic move. But if you look at the trend which has happened in the last 50-60 years within Malayalam cinema, which is വളരെ കൂടുതൽ relevant ആണ്, and even especially the last 10-12 years that I have been in, the number of female roles have been restricted to protagonist roles. നമ്മുടെ ഹീറോയിൻ എന്ന് പറയുന്ന സംഭവം have been restricted to either plot twists which are strong characters but plot twists, or decorative elements, ornamental elements. And it's not that it should not be there, but when that alone becomes the reason for her existence in the film, it becomes an issue. I also have seen in the last 5-6 years the role of supporting actors. I think when Revathy started her career, the role of supporting women were far higher. So I remember when I used to see a KPC and all of that, they really played a very strong role. And there was a reason when they existed as supporting actors. And adu valare koravaittunde ipo. So even while we are talking about the female protagonist not having much to do, I feel the female supporting actors, it almost seems like ella professionum, ella rolum the men only are doing. In spite of the fact that in Kerala today 50% of your workforce population is actually, there is an equal workforce presentation in Kerala. So it's not that there's no diversity of representation possible, but clearly there is a diminishing value there. And that is a very important part, because as you reduce the opportunities, that much people also come into the industry less, or treat themselves as less important. So that's one thing. Now the second thing is the content, and I will not take much time here because I don't think the content has changed in any which way. If it has always, if the purpose and the reason itself is a plot twist or ornamental, then obviously the content is not going to change, whether it's for the protagonist or the sub-protagonist.
അത് മാത്രമില്ലാതെ what has happened is that unlike in the past, there was space for movies where there would not be, I mean, when, like, let's say misogyny is a big word, but I would say a non-female representative conversation in films was, I think, always a phenomenon. But at least in the past, there were times when that female representation or the male representation was not exaggerated or not glorified. Ippulla kaalathil, I think that content of the male suppressing the woman is taken as something which needs to be glorified. And that's the problem. I think we have seen a lot of examples, not only Malayalam, ippo nadanna Padmavatile thanne. So there is clearly a glorification of a woman's reality, which is not a reality, in such a way that it suits the intent. And my bigger question to the directors and filmmakers is that they say that the glorification itself is a representation of the society. Then what is our role as artists in changing that? And I think that's what is disturbing to me more than anything else. So all in all, as an actor, I feel very dejected to be not, definitely in the Malayalam industry, because ivide ana kudal joli cheyidundu. But far more in every industry in India, because that, you know, that, and I think I live a very real life. I go back, I also work in the development sector, and I don't think we don't have stories to tell, and we don't have realities. I think all the women sitting here themselves are capable of being made into protagonists in films. പൊതുവെ പ്രിയ പറയും, നമ്മൾ സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പരിച്ഛേദം, നമ്മൾ പുറത്ത് കാണുന്ന ക്രോസ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ആ റിയാലിറ്റി തന്നെയാണ് സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറയുക. പക്ഷേ അപ്പോൾ പ്രിയ പറഞ്ഞു വരുന്നത് ഈ പുറത്ത് കാണുന്നത് തന്നെയാണ് സിനിമ എന്നാണോ, അതോ പുറത്ത് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമയിലെ ക്യാരക്ടേഴ്സ് എന്നാണോ? I think it's a combination of both. I think what conveniently as artists we choose to do is ignore the possibility that there is diversity outside in the real world and just stick to the one which is convenient and comfortable to you. Adante kaaranam endana enikku thanne ariyilla. I have spoken to a lot of my male directors whom I have very good relationships, but I don't understand why they do that. I also want to emphasize on a third aspect, which is more from a working point of view, right? As a person who's working, nammalude joliyana adu. Ningal കാണുന്നത് നമ്മൾ ഒരു സിനിമ നടിയായിട്ടാണ്, പക്ഷെ നമ്മൾക്ക് ഒരു ജോലിയാണ്, ഒരു ജോലി സ്ഥലത്തിൽ നടക്കുന്ന ജോലി, which we also love doing. Just somebody I met yesterday was talking about the structure of the production. അവർ പറഞ്ഞു, see 50%, like 20% of the cost goes to the director, 25% goes to the filmmaker. Cameraman and female actor and writer, they just get peanuts. I was like, yes, that is the truth. But it's not because they're paid peanuts for the sake of it, because you feel they're not relevant to your film. Which but means you still need them. Women is insignificant in the film. Yeah. I just want to point out a statistic. It's not Malayalam, which is why I find it very funny. Because a recent study of about some 20,000 films or something, it was done in Bollywood, of course, Malayalam cheyidilla, I'm sure this is not different here, is that while the representation of women or the screen time of women, not just the protagonist, is about 5 to 6% of the entire film, the amount of space, and this is from 1960s to 2015, so it's not relevant to today. While that is the case, the amount of screen time they get on a poster is much higher than the male, or tantamountly equal to the male, which means that we do sell. So the idea that we don't sell is a fallacy, and it's stupid to believe that. Otherwise, we won't have a diverse working population, and we won't have 5 of us sitting here and talking about it. So I think there is an issue of quantum, content, and obviously the kind of importance and the way you treat me at the workplace. When I say this, that when they get peanuts, it just means that, like, every time I get questioned, I don't know how many times, Revathy, you should probably imprint. And I say, oh, ningal padam cheyyunnundu. Endu padam cheyyunnundu? Hero arana, nayagan arana. As if literally, like, all my hard work doesn't mean anything to me. And it's not a question which is restricted to me. All my female actors probably are asked this question. And I think that's a really sad state of affairs for not just women, but also filmmaking generally. Because if we don't have diverse stories being said, then what is the job of us as artists? I think that's really, to me, disgusting, and representation of a totally unequal, unreal world. And I have really nothing more to add to that. So Revathy, what do you have to say on this? ഇത് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പത്മപ്രിയ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 50 വർഷക്കാലം അല്ലെങ്കിൽ 60 വർഷക്കാലമായിട്ട് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചും
ഒരു ഒരു അവരുടെ പെർസ്പെക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ രേവതി വർക്ക് ചെയ്യുന്നത് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, യു ആർ എ ഫിലിം മേക്കർ ഓൾസോ. അപ്പോൾ പ്രിയയെ സംബന്ധിച്ചിടത്തോളം പ്രിയ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ പ്രിയയുടെ ഷെയർ, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്ക്രീനിലുള്ള സ്ത്രീയുടെ ഒരു സ്പേസ് അല്ലെങ്കിൽ ടൈം പോലും കൃത്യമായിട്ട് പ്രിയ പറഞ്ഞു കഴിഞ്ഞു. ആസ് എ ഫിലിം മേക്കർ, ആസ് എൻ ആക്ടർ, ഈ രണ്ട് ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് രേവതിക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു ആദ്യം ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് നിന്ന് യു ക്യാൻ ടോക്ക്. നമസ്കാരം. ആദ്യം തുടങ്ങുന്ന ഒരു കാര്യം, ഇങ്ങനെ ചേഞ്ചിങ് പെർസ്പെക്റ്റീവ് ഓഫ് വിമൻ ഇൻ സിനിമ എന്ന് പറയുമ്പോൾ ഐ വിഷ് ദർ വർ അറ്റ്ലീസ്റ്റ് എ കപ്പിൾ ഓഫ് മെൻ ഡയറക്ടർ റൈറ്റേഴ്സ് ഓൺ ദിസ് പാനൽ, ബിക്കോസ് they are part of the change. They are supposed to be the writers and directors. അവരാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അവരാണ് the captain of the ship. You know, the writing, the script and director. Practically ഇത് രണ്ടും ഒറ്റ ഇതിലാണ്. അവരാണ് എല്ലാം നിശ്ചയിക്കുന്നത് ഒരു പടം എന്താവണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പ്രിയ ആക്ച്വലി ഹാസ് കവേർഡ് ബ്യൂട്ടിഫുള്ളി. ഒറ്റ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കാര്യം, ഈ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ പറയുന്നു എന്ന് പറഞ്ഞു. ബട്ട് അങ്ങനെയാണെങ്കിൽ സിനിമ എന്തിനാണ്? സിനിമ ആണ് നമ്മൾ മാറ്റാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത്. ഇറ്റ്സ് സച്ച് എ പവർഫുൾ മീഡിയ. ചില കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞിട്ട് അത് മാറ്റാൻ പറ്റിയിട്ടുണ്ട് സിനിമയിലൂടെ. സോ അത് എന്താ നമ്മൾ ചെയ്യാത്തത്? അത് ഓഫ്കോഴ്സ് ഐ തിങ്ക് ഇറ്റ് ഇസ് ബിക്കം വെരി ലെസ്. അന്നത്തെ കാലത്ത് ഡ്യൂറിങ് 80s ആൻഡ് ഈവൻ ഇൻ ദ 70s ചില ഡയറക്ടേഴ്സ് ഫ്രം അരവിന്ദൻ ടു പത്മരാജൻ ടു IV ശശി ടു അവർ ചെറിയ ചെറിയ ഒരു സീനായിരിക്കും, ഒരു ഡയലോഗായിരിക്കും, ഒരു മൊമെൻ്റ് ആയിരിക്കും, അത് പറഞ്ഞിട്ട് നമ്മളുടെ കംപ്ലീറ്റ് തിങ്കിങ് മാറ്റിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പവർ ഉള്ളപ്പോൾ ഇത് ഈ ഒരു എക്സ്ക്യൂസ് ലൈക്ക് ഷീ സെഡ് ഇറ്റ് റിയലി ഡസൻറ്റ് മേക്ക് സെൻസ്. പിന്നെ ആസ് എ ഡയറക്ടർ ഞാനൊരു 2 പടം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു ആക്ട്രസ്സായിട്ട് കിട്ടാത്ത റോളുകൾ, ബിക്കോസ് എപ്പോഴും പറയുന്നത് ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ഒരു ആക്ട്രസിൻ്റെ ലൈഫ് കഴിഞ്ഞു. ബിക്കോസ് ഒരു 50 വയസ്സായ ഒരു ഹീറോനും അവർക്ക് ആവശ്യപ്പെടുന്നത്, അവരുടെ കൂടെ അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നത് 20-25 വയസ്സുള്ള സ്ത്രീകളുടെ കൂടെയാണ്. നമ്മളൊക്കെ അവരുടെ അമ്മകളാവും, അല്ലെങ്കിൽ അവരുടെ ലോയേഴ്സോ ഡോക്ടേഴ്സോ അങ്ങനെയൊക്കെ. എനിക്കത് ബോറടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു അമ്മയുടെ കഥ പറയണം, ആൻഡ് എ ഫോർവേഡ്. അങ്ങനെയാണ് മിത്ര ഉണ്ടായത്, ശോഭന. ആൻഡ് ഷീസ് എ 37-year-old woman and she was a protagonist. The actor was just there as a husband. അതേപോലെ ഫിർമിലെങ്കെ എന്ന പടത്തിൽ ഒരു വുമണിൻ്റെ വർക്കിംഗ്, അതിൽ റൊമാൻസ് അല്ലായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അവളുടെ വർക്ക് സ്പേസിൽ അവളുടെ റൈറ്റ്സ്, അതായിരുന്നു അതിൻ്റെ സ്റ്റോറി. സോ പത്മപ്രിയ പറഞ്ഞ പോലെ പല പല കഥകളുണ്ട്. എപ്പോഴും ഈ വീടും ഒരു കല്യാണവും ഒരു ഒരു പരസ്പരം സ്നേഹവും ഇത് മാത്രമല്ല ജീവിതത്തിൽ. ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്ക് തന്നെ ഐ എം ഷുവർ ദേ വിൽ ബി ഏബിൾ ടു ടെൽ മെനി സ്റ്റോറീസ്, മച്ച് മോർ ദാൻ വാട്ട് ഫിലിം ഈസ് ടോക്കിംഗ് അബൌട്ട്. സോ അതാണ് ആവശ്യമുള്ളത്. അവിടെയാണ് ഐ തിങ്ക് സ്ത്രീകളുടെ സ്ഥാനം, സ്ത്രീ ശബ്ദം, അല്ലെങ്കിൽ സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒന്നും എഴുതപ്പെടാതെ ഇരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് വി വാണ്ട് വിമൻ റൈറ്റേഴ്സ്. ബിക്കോസ് അവരുടെ ശബ്ദം വരുമ്പോൾ, സ്ക്രീൻ പ്ലേയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പല പല കഥകൾ, കഥാപാത്രങ്ങൾ എല്ലാം മാറും. മറ്റേ സ്ത്രീകൾ മാത്രമായിട്ട് അങ്ങനെയല്ല. ഒരു കഥ എന്ന് പറയുമ്പോൾ എല്ലാവരും ചേർന്നിട്ടാണ്. കുട്ടികളുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, എല്ലാവരും ഉണ്ട്. സോ എല്ലാവരും ഉണ്ടാവണം, അവരുടെ ഒരു സ്പേസ് ഉണ്ടാവണം. വെറുതെ ഇങ്ങനെ മലയാളം സിനിമ യൂസ് ടു ബി സോ ഫോർവേഡ് തിങ്കിങ്. നമ്മളെല്ലാം ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്ത എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വേൾഡ് അറീനയിൽ പോയ സിനിമകളായിരുന്നു മലയാളം. ഇപ്പോൾ സാഡ്ലി it's really disheartening to see some of the things. അവിടെ എവിടെയോ 1-2 ആൾക്കാർ അവിടെ ഇവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു സ്ക്രിപ്റ്റിലും അവരുടെ ഒരു സിനിമയിലും നമ്മൾ ഒരു നല്ലൊരു കഥ പറഞ്ഞല്ലോ. ആൻഡ് എൻ്റെ വിശ്വാസം എപ്പോഴും ഒരു സിനിമയിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ദ സ്ക്രിപ്റ്റ്, അതിൻ്റെ കഥ, അതിൻ്റെ എഴുതുന്ന the writer. I think that
ആൻഡ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടർ. ഇത് കഴിഞ്ഞിട്ടാണ് പലതും വരുന്നത്. ഇതെല്ലാം രേവതി പറഞ്ഞ കുറേ കാര്യങ്ങളിലേക്ക് ഒരു നിര ചോദ്യങ്ങൾ തന്നെ ബാക്കിയാവുന്നുണ്ട്, ചോദിക്കുന്നതായിരിക്കും. പക്ഷേ രേവതി പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ ഇരിക്കുന്ന പാനലിൽ ഒരു പുരുഷൻ പോലും ഇല്ല എന്നുള്ളത്. ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് സംഘാടകരോടും പറഞ്ഞത്. പക്ഷേ പുരുഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം, പാട്രിയാർക്കികളായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്ത്രീകളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ സ്ത്രീകൾ മതി, സ്ത്രീകളങ്ങ് പറഞ്ഞു തീർത്ത് പോട്ടെ എന്നുള്ളൊരു ചിന്ത. ഏതായാലും അതൊരു തെറ്റായൊരു കാര്യം തന്നെയാണ്. ഇത് കൃത്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും പറയാനുള്ള, സംഘാടകരോടും ഇവിടെ ഈ കൂടിയിരിക്കുന്നവരോടും പറയാനുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയാണ് പലപ്പോഴും സിനിമയ്ക്കുള്ളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുരുഷൻ എപ്പോഴും ബുദ്ധിയാണ് ആട്രിബ്യൂട്ട് ചെയ്യുന്നത്, പുരുഷൻ്റേത് ബുദ്ധിയാണ് ആവശ്യം. സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ ഇമോഷൻ, വികാരമാണ്. സ്ത്രീയെ ഒരു വികാരം ഉള്ള ഒരു ജീവിയായിട്ടും പുരുഷനെ ബുദ്ധിയുള്ളൊരു ജീവിയായിട്ടും കാണുന്നിടത്താണ് ബീന പോൾ എന്ന എഡിറ്ററുടെ, ഫിലിം എഡിറ്ററുടെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാധാന്യം നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ബീന, എനിക്ക് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആദ്യകാലങ്ങളിലൊക്കെ ഒരു സ്ത്രീ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൾക്ക് എന്തറിയാമെന്നുള്ളൊരു ചോദ്യം കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് ഈ പ്രോഗ്രസീവ് ആണെന്ന് പറയുന്ന പല പുരുഷന്മാരുടെ അടുത്ത് നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ലേ? അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന അനുഭവം ഒന്ന് ഇവരുമായിട്ട് ഷെയർ ചെയ്യും. അത് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴുണ്ടോ? ഇപ്പോഴില്ല, ഇപ്പോൾ ഇച്ചിരി പേടിയുണ്ട്, എന്നർത്ഥമില്ല, പക്ഷേ ഉണ്ട്. There is no doubt about it. Especially when I started, I remember, I had come from the Film Institute, I had been trained. I was a young person, but I remember how the assistant directors, used to really hound me. I don't want to name anybody, they're all big directors now. I have, in fact, even cried at the editing room because you feel as if you're so totally incapable. But of course that changes over time, and you sort of, and I worked with very good directors. But I would just like to come back to what they have said about what is the change that we see. Is there a change in Malayalam cinema that has happened over the last few years? And frankly, I would say that today or yesterday or tomorrow, you just walk into a Malayalam film set. Just go to a shooting. There will be 100 men and maybe one woman, or maybe 2 women at the most. In a set, you just go to a set, you go to any shooting, 100 men, 2 women, maximum 3 women. There'll be an actress who will be doing her acting, there'll be maybe a costume designer. Again, there are certain areas only that women can do. You can do costume, you can do makeup, because these are the womanly jobs to be done at the... But if you go now to, for example, even to Hindi cinema, or you go abroad to a film set, it's literally 50-50%. Women are carrying lights, women are gaffers, women are light women. There is a sea change that has taken place all over the world, but has not taken place in Kerala still. And I think this is a very, very major problem. This is, the lack of women presence is a very, very sad thing, because what happens is it becomes a male space. Therefore, the whole situation, I think men are so trained in their patriarchy, they are never able to understand that, just making jokes, taking a shot in a particular way, treating others in a particular way can be not right. So for me, this is the change that I want to see. That I want to see that women come into Malayalam cinema not only as actresses, which is of course very important, not only as directors, but assistant directors, light persons, sound people. We have 2 of the topmost sound recordists from Kerala working in Bombay. They dare not come to Kerala and work. There are 2 Malayali girls who are trained, who are so good. I mean, they're considered the top, but they don't come to Kerala and work because of this situation. So I think the effort should be to say that
change begins with presence. For me, that is a very important thing. Presence as content, of course. As she said, you have 3% of your screen time is about a woman. That has to change. I think presence behind the camera, on sets, as editors. You know, the editing job is considered a feminine job. It's a very feminine job. But over here, when I sit at the computer, or I'm trying to connect a cable, or I'm trying to do a software update or whatever rubbish, everybody thinks, I don't think a woman can do all that. We have to get our IT guys to, you know, it's literally that. There is strong bias against what women, the perception of what women can do, whether it is technical, whether it, I mean, artistic, point of view. If I have a point of view, I mean, today it's different, but I know that there are filmmakers who start and have a very difficult time trying to convince everybody that what they're doing is right. So for me, this change, frankly, has not yet taken place. We are hoping for this change. We want this change. We are demanding this change. അപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ബീന പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ദീദി, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമയ്ക്ക് ഉള്ളിലുണ്ടായ ചില പൊട്ടിത്തെറികളും അല്ലെങ്കിൽ സ്ത്രീകൾ ശബ്ദമുയർത്താൻ തുടങ്ങിയ അവസരമൊക്കെ നമ്മൾ കണ്ടു. സ്ത്രീകളുടേതായിട്ടുള്ള ഒരു കളക്റ്റീവ് സിനിമയുടെ അകത്ത് ഫോം ചെയ്യുകയുണ്ടായി, നമ്മൾ WCC എന്ന് വിളിക്കുന്ന ഈ കളക്റ്റീവ്. ഇപ്പം ഞങ്ങളിങ്ങോട്ട് പോരുന്നതിന് മുൻപ് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റായിട്ടുള്ള ഒരു സ്ത്രീ, ഞാൻ ആരാണെന്ന് പറയുന്നില്ല, അവർ അപ്രീഷിയേറ്റ് ചെയ്യുകയുണ്ടായി. മലയാള സിനിമയിൽ സ്ത്രീകളിങ്ങനെ മുന്നോട്ട് വരികയും ഇത്തരത്തിലുള്ളൊരു കളക്റ്റീവ് ഫോം ചെയ്യുകയും ചെയ്തു. ഇത് വളരെ കൃത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും WCCയുടെ മുൻപന്തിയിൽ നിന്ന് യങ്സ്റ്റേഴ്സിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ്, അങ്ങനെ പറയാനാണ് ദീദി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയ്ക്കും റൈറ്റർ എന്നുള്ള നിലയ്ക്കും ഒക്കെ ഈ പറഞ്ഞ ആക്ടിവിസം നടക്കുമ്പോഴും പുറത്തു നിന്ന് പബ്ലിക് പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ ഇവരെ കൊണ്ടിലേക്ക് എന്തൊക്കെ ആവാനാണ്, എന്ത് സാധിക്കും ഇവരെ കൊണ്ട്, ഓ ഇവരെന്ന് പറയുന്നതും ഇവിടെ പുരുഷന്മാർ ഉണ്ടാക്കി വയ്ക്കാത്തത് കൊണ്ടായിരിക്കാം ആ പറയുന്നത്, ഇവരെ കൊണ്ട് എന്ത് സാധിക്കും, ഇവർ പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ. ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെ ചാടിയാൽ ചട്ടിയിലെന്ന്, അത്രയേ ഉള്ളൂ WCC എന്ന് പറയണ്ടേ. എന്താ ദീദി ഇങ്ങനെ പറയുന്നത്? എനിക്ക് ഞാൻ WCCൻ്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് സംസാരിച്ച് തുടങ്ങണ്ടെന്ന് തോന്നുന്നു. കാരണം അല്ല, അവർക്ക് പറയാം, പക്ഷേ ഹൂ ഇസ് ഇൻ ദ ഫോർ ഫ്രണ്ട് ഓഫ് ദാറ്റ് കളക്റ്റീവ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ആൻസർ. ദേ ആർ ഓൾ എ പാർട്ട് ഓഫ് ഇറ്റ്. ഡെഫിനറ്റ്ലി we all own for that, but we don't have anybody in the forefront. We don't have a hierarchy, and that is no. very I'm not talking about any hierarchy or anything. I won't disown. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത് എങ്കിൽ അതിൽ തുടങ്ങണം തീർച്ചയായിട്ടും. പക്ഷേ ഇത് ഒരു വർക്ക് സ്പേസ്, നമ്മൾ സ്പേസ് ഷെയർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പ്രിയ പറഞ്ഞു വെച്ചത്. ആ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ സ്പേസിൽ ഷെയർ നമുക്ക് ഇല്ല എന്ന് തോന്നിയതുകൊണ്ട് ആണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ളൊരു കളക്റ്റീവ് ആരംഭിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ഈ WCC തന്നെയാണ്. അത് അങ്ങനെ ആലോചിച്ചുണ്ടാവുന്നതല്ല, അത് എമേർജ് ചെയ്യുന്നതാണ്. കാരണം അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു, സാഹചര്യങ്ങളുടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചരിത്രത്തിൻ്റെ ഭാഗവുമായി തീർന്നേ പറ്റുകയുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ ഇതിൻ്റെ തൊട്ട് മുമ്പേയുള്ള പാനലിസ്റ്റുകൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ആ പാനലിസ്റ്റുകളിൽ എത്ര പേര് കൂട്ടത്തിൽ സ്ത്രീകളില്ലാത്തതിനെ പറ്റി വേവലാതി പൂണ്ടു എന്ന് സംശയമാണ്. അത് വളരെ സാധാരണ മട്ടിൽ നടന്നു പോകുന്ന ഒരു കാര്യവും. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ പാനലിസ്റ്റുകളുടെ കൂടെ ആണുങ്ങളില്ല എന്ന് പറയുന്നത് നമ്മൾ ഏതോ നിലയ്ക്ക് അപ്പോളജറ്റിക് ആവുകയും ഉപയോഗിച്ച വാക്കുകളൊക്കെ അതിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ ലേഡി ഡോക്ടർ എന്ന് പറയുന്ന പോലെ നമുക്ക് ശരിക്കും ഇതിൽ ഡയറക്ടേഴ്സ് വേണമായിരുന്നു, ഇതിൽ റൈറ്റേഴ്സ് വേണമായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇറ്റ് ഗോസ് വിതൗട്ട് സെയിങ് ദാറ്റ് ഡയറക്ടർ ഇസ് എ മെയിൽ ആൻഡ് ദെൻ യു ടോക്ക് അബൌട്ട് എ വുമൺ ഡയറക്ടർ, you talk about a writer and you talk about a woman writer.
അങ്ങനെ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നതെന്നുള്ളത് ഖേദകരമാണ്. ഞാൻ ഈ കുട്ടികൾക്ക്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഈ മെയിൽ ഗേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു കൊടുക്കാറ്. ഞാൻ വിചാരിക്കും ഞാൻ പഠിച്ച തിയറികളാണ് ലോങ് ബാക്ക് 90s പഠിച്ച കാര്യങ്ങളൊക്കെ വളരെ വോൺ ഔട്ടായി ഹാക്നീഡായി എന്നൊക്കെ വിചാരിച്ചത് കൃത്യമായിട്ട് മ്യൂസിയം പോലെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ, ഒരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ സിനിമയാണ്. സിനിമയിൽ കൃത്യമായിട്ട് കാസ്ട്രേഷൻ ആങ്സൈറ്റി ഇസ് നോട്ട് ഔട്ട്ഡേറ്റഡ്. അതിൻ്റെ ഇല്ലസ്ട്രേഷൻ കാണണമെങ്കിൽ വരൂ, സിനിമ കാണൂ. ഏത് സിനിമ കണ്ടാലും അതിൽ സ്ത്രീയുടെ സ്പേസ് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഒരു സ്പേസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. പ്രിയ, അത് സിനിമയുടെ മാത്രം എന്തോ ഒരു പ്രത്യേകതയുമല്ല. ഇപ്പം പ്രിയ പറഞ്ഞ ഇത്തിരി സമയം മാത്രം, സ്ക്രീൻ സ്പേസ് മാത്രം സ്ത്രീകൾക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആകെ സിനിമയിലുള്ളത് യു ഹാവ് എ മാൻ ആൻഡ് ദ അതർ. അത് ഇൻക്ലൂഡ്സ് എവർ സോ മെനി തിങ്സ്. അതിപ്പോൾ ഈ ജെയിംസ് ബോണ്ട് ഫിലിമിലാണെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ആയിരിക്കും, ഒരു കാറായിരിക്കും, കൂട്ടത്തിലൊരു സ്ത്രീ ആയിരിക്കും. ഇറ്റ് കുഡ് ബി എ സ്പൈ വുമൺ, ഇറ്റ് കുഡ് ബി എനിത്തിങ് അതർ ദാൻ ഹിം. സോ യു ഹാവ് ദ മാൻ ആൻഡ് യു ഹാവ് ദ അതർ. അതർ മീനിങ് എന്തും ആവാം. നമ്മളെ മലയാള സിനിമയാണെങ്കിൽ തിരിച്ചു പിടിക്കേണ്ട ഒരു തറവാട്, ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് സ്ത്രീ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് സ്ത്രീക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് വളരെ ഈസി ആയിട്ട് 2002 രേവതി വളരെ ഈസി ആയിട്ട് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് രേവതി അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് രേവതി പറയും, ഷെയർ ചെയ്യും. കാരണം എൻറ്റയർ ക്രൂ സ്ത്രീകളെ വെച്ചിട്ട് ഷി വാസ് ടോക്കിംഗ് അബൌട്ട് പ്രോട്ടഗോണിസ്റ്റ് സ്ത്രീ ആവുന്നതിനെ പറ്റി എഫോർഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് റിയൽ സ്ട്രെയിൻ ഉണ്ടായിരുന്നു. ടു ഹാവ് എ ക്രൂ എൻറ്റയർലി വിമൻ. അത് സെക്ടേറിയൻ ആണ് എന്ന് പരിഹസിക്കരുത്. കാരണം ഇവിടെയുള്ള ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത് മുഴുവൻ പ്യോർലി മെയിലാണ്. മെയിലായിട്ടുള്ളതിനെ നമ്മൾ അതിന് ഒരു വശമില്ല എന്ന് പറയുകയും സ്ത്രീയെപ്പറ്റി പറയുമ്പോൾ മാത്രം നമ്മൾ ഒരു പക്ഷം പറയുന്നു എന്ന് പറയുകയും ചെയ്യും. പൊതു എന്ന് പറയുന്നതിനെ ജനറലൈസ് ചെയ്ത് കളയുക നമ്മൾ. ആക്ച്വലി പൊതു ഇടം എന്ന് പറയുന്നത് ആണിൻ്റെ ഇടമാണ്. അതറിയണമെങ്കിൽ സിനിമയിൽ സ്ത്രീ ഷെയർ ചെയ്യുന്ന ഇത്തിരി സമയത്തിനെ പറ്റി മാത്രം നോക്കണ്ട. നമ്മൾ പോലീസ് ഫോഴ്സിലേക്ക് നോക്കിയാൽ മതി. 6% സ്ത്രീകളുള്ള ഒരു പോലീസ് ഫോഴ്സിനെ വെച്ചിട്ടാണ് എല്ലാ 20 മിനിറ്റും റേപ്പ് നടക്കുന്ന ഒരു രാഷ്ട്രത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സിനിമയിൽ അത്ര സ്പേസേ ഉണ്ടാവുകയുള്ളൂ. ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ ബീന വിത്ത്സ്റ്റാൻഡ് ചെയ്ത അത്രയും തന്നെ കഴിവോടുകൂടി, അത്രയും തന്നെ ആർജവത്തോടുകൂടി, അത്രയും വിൽ പവറോടുകൂടി, ഒന്നും വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥലം തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. അതിന് വേണ്ടത് സ്ക്രീനിൻ്റെ പിന്നിലേക്ക് പോവുകയാണ്. സ്ക്രീനിൻ്റെ മുന്നിൽ കാണുന്ന സ്ത്രീകൾ, ഇവർ രണ്ടാളെയും ആക്ട് ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും 10 മടങ്ങ് സ്ട്രോങ് ആണ് അവർ രണ്ടുപേരും എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ കണ്ടിട്ടുള്ള മിക്ക നടികളും അവർ ഓൺ ദ സ്ക്രീൻ അഭിനയിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് സ്ട്രോങ് ആണ് ഓഫ് ദ സ്ക്രീൻ. നമ്മൾ കാണുന്ന മെയിലാണ് ലാർജർ ദൻ ലൈഫ് സ്ക്രീനിൽ. അവരുടെ ജീവിതത്തിൽ അത്ര ഹീറോയിക് അല്ല. ഇത് സാധ്യമാവണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ തന്നെ, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തേക്ക് സ്ത്രീകളെ അടുപ്പിക്കാതെ പരിഹസിച്ചും ഈ വിധത്തിലൊക്കെ മാർജിനലൈസ് ചെയ്യുന്നത്. ഇത് വളരെ മുമ്പേ സാഹിത്യത്തിൽ ഈ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളാണ് ചന്ദ്രിക. അങ്ങനെ ഒരു കാര്യം സിനിമയിൽ നടക്കേണ്ട സമയം അതിക്രമിച്ചു. ആൻഡ് you could hear that through WCC, and I'm so glad that we were all part of this. കാരണം അത് ആ സമയത്ത് അങ്ങനെ ഒരു ശബ്ദം പറയാതെ പുറത്ത് വരാതെ പറ്റില്ല എന്ന് വന്നതുകൊണ്ടാണ് ഈ കണ്ട സ്ക്രീനിൽ കണ്ട മുഴുവൻ ക്യാരക്ടേഴ്സും ഇവരാരുമല്ല, അത് മെയിലിൻ്റെ ഡിസയറും മെയിലിൻ്റെ ഭയങ്ങളുമാണ് സ്ക്രീനിൽ ക്യാരക്ടേഴ്സായിട്ട് വന്നത്. ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത് അതിനകത്ത് നിന്ന് തന്നെയാണ്. മേക്കേഴ്സ് സ്ത്രീകളാവുമ്പോഴാണ് അതിൻ്റെ ഇതിവൃത്തം മാറുന്നത്, ഈ നേരത്തെ പറഞ്ഞ ക്യാമറ ആംഗിൾസ് മാറുന്നത്, എല്ലാം ആ നറേറ്റീവ് ഹോൾ തിങ് മാറണമെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് സ്ത്രീകൾ വരണം. ചന്ദ്രിക കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷക്കാലം മുമ്പ് പബ്ലിഷ് ചെയ്തൊരു പുസ്തകം, എഴുതിയൊരു പുസ്തകമുണ്ട്, കേരളത്തിൻ്റെ സ്ത്രീ ചരിത്രങ്ങൾ, സ്ത്രീ മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞ പേരിൽ. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ചന്ദ്രിക പറയുന്ന ഒരു കാര്യം ഇന്ന് സംഭവിച്ചിരിക്കുകയാണ്. സ്ത്രീ എന്ന് പറയുന്നത് സിനിമയുടെ അകത്ത് നിന്ന് യുദ്ധം ചെയ്ത് ചില കാര്യങ്ങൾ നേടേണ്ടിയിരിക്കുന്നു, അത് നേടുന്ന ഒരവസ്ഥ വരും എന്ന് പറയുകയുണ്ടായി. ഏകദേശം ആ യുദ്ധത്തിൻ്റെ തുടക്കമാണ് ഇവിടെ WCC എന്ന പേരിൽ ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഈ കളക്റ്റീവ്. പക്ഷേ അതിന് മുമ്പായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചപ്പോൾ തന്നെ ഫെമിനിസ്റ്റ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് ഇവിടെയൊന്നും ഉള്ള ഒരു സംഗതിയല്ല, ഇതെവിടെയോ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നുള്ള ഒരു രീതിയിലൊക്കെ പലരും പറയുകയുണ്ടായി. സത്യത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചന്ദ്രികയ്ക്ക് കൃത്യമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട്
പറയാൻ സാധിക്കും, ഇവിടെ ഓരോരുത്തർക്കും പറയാൻ സാധിക്കും. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പ്രതീക്ഷിക്കുന്നു. ഇത് ഓരോ സ്ത്രീയുടെയും വ്യക്തിത്വം, ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചില പേരിട്ട് വിളിക്കലും അല്ലെങ്കിൽ കളിയാക്കലുകൾക്കും എന്താണ് മറുപടി എന്ന് ചന്ദ്രികയ്ക്ക് പറയാൻ സാധിക്കും? രഞ്ജിനിയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ വർഷം ഇതേ മാസം 17-ാം തീയതി മലയാള സിനിമയിലെ ഒരു പെൺകുട്ടി, നായിക പദവിയിലിരുന്ന ഒരു പെൺകുട്ടി പൊതുസ്ഥലത്ത് വെച്ച് ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു. ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അതുതന്നെയാണ് മലയാള സിനിമയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ. ഇത്തരത്തിലുള്ള ലൈംഗിക ആക്രമണം മലയാള സിനിമയിൽ മാത്രമല്ല നടക്കുന്നതെന്ന് നമുക്കറിയാം. സമൂഹത്തിൽ നടക്കുന്ന സെക്ഷൽ വയലൻസ്, സ്ത്രീക്ക് നേരെ പാട്രിയാർക്കൽ ഒരു നെക്സസ് ഉണ്ട്. അത് പുരുഷാധിപത്യം എന്ന് നമ്മൾ പറയുന്ന എല്ലാ പുരുഷന്മാരും അതിൽ പങ്കാളികളല്ല, കുറ്റവാളികളല്ല. മതവും ഭരണകൂടവും ജാതി വ്യവസ്ഥയും പുരുഷാധിപത്യ വ്യവസ്ഥയും ഒക്കെ മാധ്യമങ്ങളും ഒക്കെ ഒന്നു ചേർന്ന്, സാംസ്കാരിക രംഗവും രാഷ്ട്രീയ രംഗവും എല്ലാം ഒന്നു ചേർന്ന് സ്ത്രീയെ ഏതൊക്കെ തരത്തിൽ അടിച്ചമർത്താം, ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യാം, ഏതൊക്കെ തരത്തിൽ അവളെ ആക്രമിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഗൂഢാലോചനയുടെ ഒരു രൂപമാണ് നമ്മൾ അന്ന് കണ്ടത്, ഫെബ്രുവരി 17 കണ്ടത്. അത് നമുക്കറിയാം, ലോകമാകെ തന്നെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് നീണ്ട കാലം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിശബ്ദമായി സഹിച്ച സ്ത്രീകൾ പിന്നീട് സംഘടിക്കുകയും തുറന്നു പറയുകയും അതിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും പിന്നെ സമൂഹത്തിൽ നിന്ന് തന്നെ ഭ്രഷ്ടാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകത്തെമ്പാടും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിലൊരു പെൺകുട്ടി തുറന്ന് പറയുമ്പോൾ ആ ലോകത്തു നിന്ന് തന്നെ നിഷ്കാസിതമായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ വരായികകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മലയാള സിനിമയിലൊരു നടി ഇക്കാര്യം പറയുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ്. അത് നിർവഹിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്യാതെ മലയാള സിനിമയിലെ കുറച്ചെങ്കിലും ആത്മബോധമുള്ള സ്ത്രീകൾക്ക് സിനിമയിൽ തുടരാൻ പറ്റില്ല എന്നുള്ളൊരു സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ WCC ഉണ്ടായി. അത് മറ്റൊരു മാറ്റത്തിൻ്റെ സൂചികയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മലയാള സിനിമയിലാണ് ഏറ്റവും അവസാനം സ്ത്രീകളുടെ സംഘടന ഉണ്ടായതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് രാഷ്ട്രീയ രംഗത്ത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് കേരളത്തിൽ 1980കളിലാണ് ആധുനിക ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. പോസ്റ്റ് മോഡേൺ കാലത്ത്. അതിനു മുമ്പ് നമുക്കറിയാം നവോത്ഥാന കാലത്തും പിന്നെ ആധുനികതയുടെ കാലത്തും പിന്നെ 80s 90s ഒക്കെ ഉണ്ടായിട്ടുള്ള 90s മൂവ്മെൻറ്റിലൊക്കെയാണ് ഞാൻ ഒക്കെ നേതൃത്വ നിരയിൽ ഉണ്ടായിട്ടുള്ളത്. സാംസ്കാരിക രംഗത്താണെങ്കിലും എഴുത്തിൻ്റെ രംഗത്താണെങ്കിലും ആക്ടിവിസത്തിൻ്റെ രംഗത്താണെങ്കിലും. അപ്പോഴൊക്കെ സ്ത്രീകൾ നേരിട്ടത് ഇപ്പോൾ ഫെമിനിച്ചി എന്ന് പറയുന്ന വാക്കാണ് സോഷ്യൽ മീഡിയയിലും മറ്റും സ്ത്രീവാദത്തിനെതിരായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രത്യേകിച്ചും സിനിമയിലെയും മറ്റും സ്ത്രീകൾക്കെതിരായിട്ട് നമ്മുടെ റിമ കല്ലിങ്കലിനെതിരെയും പാർവതിക്കെതിരെയും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന വാക്ക് ഫെമിനിച്ചി എന്നുള്ളതാണ്. അത് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അത് വളരെ നെഗറ്റീവ് കൊണോട്ടേഷനുള്ള വാക്കാണ്. ചില സ്ത്രീകൾ അതിനെ സഹർഷം സ്വാഗതം ചെയ്യുകയും ഏറ്റെടുക്കുകയും ചെയ്തതിനോട് എനിക്ക് എതിർപ്പുണ്ട്. നമ്മളൊരു വാക്ക് പിന്നെ സമൂഹത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഭാഷയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധമാണെങ്കിൽ ഈ സമൂഹത്തിൽ സ്ത്രീവിരുദ്ധത കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. മലയാളി സമൂഹത്തിൽ എനിക്ക് അത്ഭുതമില്ല. കാരണം കഴിഞ്ഞ NFHS ഡേറ്റയിൽ നമ്മൾ കണ്ടു 67% സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർ പിന്നെ ഭർത്താക്കന്മാർ മർദ്ദിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന 67% സ്ത്രീകൾ ഉണ്ടെന്നാണ് ആ സർവേ റിപ്പോർട്ട് കാണിക്കുന്നത്. ആ സർവേ തെറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ രീതിശാസ്ത്രം ശരിയല്ല എന്നൊക്കെ ചില ഭാഗത്ത് നിന്ന് ഫെമിനിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് തന്നെ ചില ക്രിട്ടിക് ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഇതേ സർവേ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഗോവ പോലുള്ള സിക്കിം പോലുള്ള സ്ഥലത്തും നടത്തിയിട്ടുള്ളത്. അവിടെ 20%, 23% സ്ത്രീകളുമാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ പ്രോഗ്രസീവ് ആണെന്ന് പറയുന്ന രാഷ്ട്രീയമായും സാംസ്കാരികമായും അല്ലെങ്കിൽ സാഹിത്യരംഗത്തും സാഹിത്യത്തിൻ്റെ ഒക്കെ മേഖലയിൽ വളരെ ഡെവലപ്ഡ് ആണെന്ന് പറയുന്ന കേരളം
പിറകോട്ട് പോവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു സൂചനയാണ്. ഒരു പക്ഷേ സിനിമാ രംഗത്ത് സ്ത്രീകളുടെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പത്മപ്രിയയെ പോലെയുള്ള, രേവതിയെ പോലുള്ള, റിമ കല്ലിങ്കലിനെ പോലെയുള്ള, പാർവതിയെ പോലെയുള്ള, ദീദിയെ പോലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പ്രവർത്തകർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് സെക്ഷൽ വയലൻസ് ആണ്. ഈ വയലൻസ് ഉണ്ടാവുമ്പോൾ ഒരു പക്ഷേ ഇവർ ഏറ്റവും അധികം എതിർപ്പ് നേരിടുക മറ്റ് സ്ത്രീകളിൽ നിന്ന് തന്നെ ആയിരിക്കും. അതാണ് ഈ 67% സ്ത്രീകൾ പാട്രിയാർക്കിയുടെ നിഴലിൽ ജീവിച്ച് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. അത് സിനിമയിലും നിങ്ങൾ നേരിടും, യാതൊരു സംശയവുമില്ല. അതാണ് എല്ലാ കാലത്തും ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് നേരിട്ടിട്ടുള്ളത്. എന്തുകൊണ്ടാണ് വളരെ കുറച്ച് ഫെമിനിസ്റ്റുകളുള്ളത്? ഞാൻ ഫെമിനിസ്റ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന സ്ത്രീകൾ പോലും വളരെ കുറവാണ്. പലപ്പോഴും പലരും സേഫ് പൊസിഷൻ എടുക്കും. ഞാൻ ഹ്യൂമനിസ്റ്റാണെന്ന് പറയും. എനിക്കറിയാം, ഹ്യൂമനിസ്റ്റാണെന്ന് പറയുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ വൈ ഐ ആം ടെല്ലിങ് ദാറ്റ് ഐ ആം എ ഫെമിനിസ്റ്റ്, അത് അസേർട്ട് ചെയ്യുന്നതാണ്. അതിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരുടെയും പ്രകൃതിയുടെയും പിന്നെ മൈക്രോ ഓർഗാനിസംസിൻ്റെ പോലും ജീവനും അതിജീവനത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുകയും ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്കൊരു പ്രയോറിറ്റി ഉണ്ട്. സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ പെൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യക്തികളായി മനുഷ്യരായി ഒരു സമ്പൂർണ്ണ ജീവിതം ജീവിച്ച് സ്വപ്നം കണ്ടതുപോലെ ജീവിച്ച് മരിച്ചു പോകാനുള്ള സർവ്വ അവകാശവുമുണ്ട്. നമുക്ക് നമ്മുടെ നേരെ സെൻസർഷിപ്പ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ വയലൻസ് എന്നൊക്കെ പറയുന്നത് ആ തരത്തിൽ നമ്മുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. ഞാനിപ്പോൾ സെൻസർഷിപ്പ് എന്ന പോലുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നിലനിൽക്കാനുള്ള, ജീവിക്കാനുള്ള നമ്മുടെ അവകാശത്തിൻ്റെ നേർക്കുള്ള അതിയായിട്ടുള്ള ലംഘനം ആണ് നമ്മുടെ നേർക്ക് വരുന്ന ഈ ഓരോ വിളികളും ഓരോ സ്റ്റെയറിങ്ങും ഈ തരത്തിലുള്ള ഓരോ ആക്രമണവും. സംഘടിതമായിട്ടുള്ള ആക്രമണം ഉണ്ടാകും. നമുക്കറിയാം, ആ മലയാള സിനിമയിലെ ആ പെൺകുട്ടി അന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും നമ്മൾ ബാധിപ്പെട്ടു. ഒരു പുരുഷനില്ല ഈ വേദിയിൽ നിന്ന്. എനിക്ക് അങ്ങനെ ആകുലതകളൊന്നുമില്ല. കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും കൂടുതൽ സംസാരിക്കുക. എന്തിനാ അതിനിട കൊടുക്കുന്നു? സമ്മതിക്കുന്നതല്ലോ. അതിൻ്റെ ആവശ്യമില്ല. കാരണം മലയാള സിനിമയെക്കുറിച്ച് പറയാൻ പുരുഷന്മാരെക്കാൾ നന്നായി പറയാൻ നിങ്ങൾക്ക് പറ്റും, നമുക്ക് പറ്റും. അവിടെ പുരുഷനോ സ്ത്രീയോ എന്നുള്ള ഭേദം വേണ്ട. അങ്ങനെയില്ലേ? കാരണം നമ്മൾ പുരുഷനെ കുറിച്ച് കൂടെ കൺസേൺഡ് ആയിട്ടുള്ളവരാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന പുരുഷൻ, പക്ഷേ നേരത്തെ പറഞ്ഞ പിന്നെ ആ ആക്രമിച്ച നടനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പുരുഷ ലോകത്തെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അവർ നമ്മളെ സംബന്ധിച്ച് അവരെ പോലെയുള്ള മനുഷ്യരെ നമ്മൾ മാറ്റി നിർത്തുകയും അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്ന് നമ്മൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും, അതേസമയം നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെയുണ്ട് കുറച്ചെങ്കിലും ഉദാഹരണങ്ങൾ. ഇപ്പോൾ KG ജോർജിനെ പോലുള്ള ആദാമിൻ്റെ വാരിയിൽ എടുത്തിട്ടുള്ള KG ജോർജ്, TV ചന്ദ്രൻ, പിന്നെ മങ്കമ്മ എടുത്തിട്ടുള്ള TV ചന്ദ്രൻ, അതുപോലെ KP കുമാരൻ, രുക്മിണി എടുത്തിട്ടുള്ള KP കുമാരൻ, അങ്ങനെ ഓർത്തു പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും ഉണ്ട് ആഷിഖ് അബുവിനെ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഫിലിം ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെ പോലുള്ളവരെ നമ്മൾ ചേർത്ത്, അവരിവിടെ വന്നിരിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്ക് പറയാനുള്ളത് ചെയ്യാനുള്ളത് അവർ ചെയ്യുന്നുണ്ട്. അവരുടെ റോൾ അവർ നിർവഹിക്കുന്നുണ്ട്. അത് അവർ സ്ത്രീകളെക്കുറിച്ച് കൺസേൺഡ് ആണ്. ഈ കൺസേൺ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ പറയുന്ന സ്ത്രീവാദ പ്രവർത്തനങ്ങളുടെയും അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും സാംസ്കാരിക ജാഗ്രതയുടെയും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടാണ് അവരങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അത് സെൻസിറ്റീവായിട്ടുള്ള വളരെ വളരെ കുറച്ച് പുരുഷന്മാരെ നമുക്ക് ചുറ്റുമുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആ ട്രെയിനിൽ സനുഷ ആക്രമിക്കപ്പെട്ടപ്പോൾ പിന്നെ നിലവിളിച്ചപ്പോൾ ഒരൊറ്റ പുരുഷൻ എന്ന് തന്നെ പറയാം. ആ കുട്ടിയുടെ പിന്നെ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് അതിലുണ്ടായിരുന്ന മുഴുവൻ പുരുഷന്മാരാണ്. ആരും തിരിഞ്ഞു നോക്കിയില്ല, ആരും സഹായിക്കാൻ എത്തിയില്ല. മറിച്ച് നമ്മുടെ ഉണ്ണിയാറെന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഉണ്ണിയാറും പിന്നെ വേറെ ആരോ ആണ് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ സനുഷയുടെ ഒരു സപ്പോർട്ടിന് എത്തിയത്. അപ്പോൾ നമ്മൾ നിലവിളിച്ചാൽ ആരും സഹായിക്കാനൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഞാൻ പറയാം, വിമൻ പിന്നെ WCC പോലെ സ്ത്രീകളുടെ കളക്റ്റീവ് ഉണ്ടാകുമ്പോൾ, സ്ത്രീകളുടെ ചിന്തയുണ്ടാകുമ്പോൾ, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള സർഗാത്മക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സ്പ്രഷൻ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള കുറച്ച് പുരുഷന്മാരുണ്ടാവും. ആ പുരുഷന്മാരായിരിക്കും നമുക്ക് നമ്മുടെ കൂടെ എല്ലാ കാലത്തും ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുണ്ടാവുക. അതെല്ലാ കാലത്തും ഉണ്ടായിട്ട് അതൊരു മൈനോറിറ്റി മാത്രമല്ലേ ചന്ദ്രിക? ആയിരിക്കുമല്ലോ. പക്ഷെ മൈനോറിറ്റി, നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നതിനെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റുമോ? അത് ഫാഷിസമാണ്, അല്ലെങ്കിൽ അത് അധികാരത്തിൻ്റെ അക്രമാസക്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിനെ അത് ഭൂരിപക്ഷത്തിനെ നമുക്ക് ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും വേറിട്ട ശബ്ദമുണ്ടാവുന്നത്, വ്യത്യസ്തമായ ശബ്ദമുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു കൃത്യമായ എതിർപ്പിൻ്റെ
എണീറ്റ് നിന്ന് തുറന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരെ പറയുള്ളൂ. ആ പറയുന്നത് സത്യമായിരിക്കും, സത്യസന്ധമായിരിക്കും. അവർ മാത്രമായിരിക്കും ഈ സമൂഹത്തെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഏത് മേഖലയിലാണോ പിന്നെ സാംസ്കാരിക പ്രവർത്തനം നടക്കുന്നത്, സാഹിത്യത്തിൻ്റെ രംഗത്താണെങ്കിലും സിനിമയുടെ ആണെങ്കിലും നാടകത്തിൻ്റെ ആണെങ്കിലും ചിത്രകലയുടെ ആണെങ്കിലും സംഗീതത്തിൻ്റെ ആയാലും ഒക്കെ ലോകത്ത് ഈ ന്യൂനപക്ഷമായിരിക്കും വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക. അതൊരു സമൂഹത്തിനെ ചലനാത്മകമാക്കും. നമ്മുടെ സമൂഹം നിശ്ചലമായിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ആക്ടിവിറ്റീസ് വളരെ 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 വീക്കാണ്, കുറവാണ്, വീക്കാണ്. I just want to, so sorry, disagree with you. The percentage of population of people like TV Chandran sir and all that you mentioned is small. Adundavam. But the percentage of men I also believe who believe in being totally anti-female or being sexist for the sake of being sexist is also a small proportion. I don't think so. I do believe so. I think the area where we're talking about is a majority of men who do not understand what sexism is. And that also applies to a majority of women who don't understand sexism. And I think that if we remove them from this pedestal, നമ്മൾ അവിടുത്തെ ഒരു ഡയലോഗ് നടക്കാൻ അല്ലെങ്കിൽ ഈ ഇഷ്യൂസ് മനസ്സിലാക്കാനുള്ള സ്പേസ് എടുക്കും. I think the reason I wanted to actually jut in when Beena said that there are only 2 women in the set, what does it lead to? It basically does not only lead to the fact that the men keep talking about their male issues, it also means that the women stop talking about themselves. And if you force yourself to put yourself in a situation where you say, only I want space, you're automatically excluding the rest, which actually belongs to you. And I confidently say this because a lot of people I have worked with, and I have myself worked in films which are misogynistic, as USA, and I'm sure all of us would have done our part of worked in that part of share, knowingly and unknowingly, and I still do things in my daily basis. All of us do things which are sexist, but that does not mean that we do not believe in equality. It just means that we need to recognize what it is that makes us unequal. And the minute you avoid people like that coming on a dais like this or any dais, you're excluding them from that conversation, the possibility of change. That's all I wanted to say. You want to add something? Okay. No, I mean, നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ I firmly believe I'm a humanist, and feminism come within that, because I believe I want to stand for my children, for my father who is retired, who had many issues. I want to stand up for him. I want to stand up for my husband when he's having an issue. I mean, yeah, he's not there anymore. I mean, whatever. But I am a humanist, and feminism is part of that, because I stand with the women when there is. And always I feel in a group, you know, we still hold hands with individual. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ ചേർന്ന് ഒരു കോറസ് പാടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനത്തെ വെവ്വേറെ അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മളൊരു നല്ലൊരു കൂട്ടായ്മ എന്ന് പറയാൻ പറ്റുന്നത്. ആ വെവ്വേറെ അഭിപ്രായങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഒരു വോയിസിൽ ഒരു കാര്യം അത് പവർഫുള്ളായിട്ട് പറഞ്ഞാൽ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൻഡ് വേറെ സ്പേസ് എന്ന് പറയുന്നത്, സ്പേസ് ഫോർ വിമൻ ഇൻ ദ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ എനിക്കും ബീനയ്ക്കും പത്മപ്രിയയ്ക്കും ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പെൺമക്കൾക്ക്, അവരുടെ മക്കൾക്കും വി വോണ്ട് ടു ക്രിയേറ്റ് എ ഗുഡ് ബ്യൂട്ടിഫുൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ. ദേ ഷുഡ് ഹാവ് ദാറ്റ് സ്പേസ്. ഇവരെല്ലാവർക്കും കഥകൾ പറയാൻ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വരാൻ, എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ, സെറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ ഇവിടെ ഒരു സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ട് അവരുടെ അച്ഛനമ്മമാർ അവരെ അയക്കില്ല. എത്രമാത്രം അവർ ഫൈറ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സേഫ്റ്റിയാണ് നമ്മൾ ഈ കൂട്ടായ്മയിൽ ആഗ്രഹിക്കുന്നത്. അത് പെൺമക്കൾ സേഫ് ആയാൽ ഓട്ടോമാറ്റിക്കലി ആണും പെണ്ണും ഒരുമിച്ച് വർക്ക് ചെയ്ത് ബ്യൂട്ടിഫുൾ ക്രിയേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവണം. നമ്മുടെ ആൺമക്കളെയും നമ്മൾ, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് യു ആർ നോട്ട് പുട്ടിങ് വൺ അപ്പ് വൺ ദെയർ. വി വോണ്ട് എവ്രിബഡി ടു ബി ദ സെയിം. ഐ ഷുഡ് ബി ഏബിൾഡ്. എൻ്റെ അച്ഛൻ ഇരിക്കുമ്പോഴും എനിക്ക് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ, അച്ഛ ഐ ഡോണ്ട് തിങ്ക് ഐ ലൈക്ക് വാട്ട് യു സെഡ് എന്ന് പറയാൻ ഉള്ള ഒരു സ്പേസ് ഉണ്ടാവണം. ധൈര്യമോ എനിക്ക് എപ്പോഴും കൊടി പിടിക്കാൻ എനിക്ക് പറ്റില്ല, അതിനുള്ള ആഗ്രഹമില്ല, അതിൻ്റെ സ്പേസും ഇല്ല. സ്പേസ് അല്ല, എനിക്ക് അതില്ല. ബട്ട് ഐ വാണ്ട് ദാറ്റ് ഈക്വാലിറ്റി. അതാണ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് വി മൂവ് ടുഗെദർ. സോ എല്ലാവരുടെയും വോയിസസ് വേണം, എല്ലാവരുടെയും ഒപ്പീനിയൻസ് വേണം.
And I feel that some of the directors, like she said, Ashik Abu, he should come and sit. What is the change? Because from his childhood, what he has seen, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനത്തെ സിനിമ എഴുതുന്നത്? എനിക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. How is he able to do it? How is he able to fight it? Because it becomes a stepping stone to many other male boys here. അവരുടെ ഉള്ളിൽ അവരുടെ കഥകളുണ്ടാവും, അവർക്കൊരു ഒരു എക്സാമ്പിൾ ആവും. സോ അതാണ് ആവശ്യം. സോ വി നീഡ് ഓൾ വോയിസസ്, ഇറ്റ് ഇസ് നോട്ട് വൺ. And we need all opinions. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ, എനിക്കൊന്ന് ബീന പറയാം, പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ എത്ര ധൈര്യമായിട്ട് മുന്നോട്ട് പറഞ്ഞാലും ഇത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് രേവതി അത് പറഞ്ഞു, ഐ വോണ്ട് ടു ബി കോൾഡ് ആസ് എ ഹ്യൂമനിസ്റ്റ് റാദർ ദാൻ എ ഫെമിനിസ്റ്റ് എന്ന്. പക്ഷേ ഈ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ. I would like to just add, I completely agree with Revathy that of course we are all humanists, we believe in it. But I feel the word feminism has to be reappropriated. We have to acknowledge that you, me, everyone is sitting here on the struggle of many, many sisters behind us. I will refuse to believe that 50 years ago, this year, they are celebrating some 75 years of suffrage. Can you imagine how many women have fought for us to even get our right to vote? How can we forget this history? I am a humanist and I believe that we have to reclaim the word feminism, and I am ashamed of girls who are scared to say they are feminists. What is feminism? You have to believe and understand that you, me, we are going to school today, we are going to college today, and it is because hundreds of sisters have struggled. Hundreds and hundreds of sisters have struggled. And we cannot forget this history. And I'm really sorry. This is my humanism, that I believe that yes, equality, but I will not forget that I am the product of a long struggle, and it is my duty to take the struggle forward. And in the field that I'm working, I love my colleagues, I work with them, but I have to say, yes, there is something wrong, and please look at what this wrong is and try and change it. Deedi, want to add? ഇത് തന്നെയാണ്, ഈ പറഞ്ഞത് തന്നെയാണ്. ഒരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത്, ഫെമിനിച്ചി എന്ന് വിളിച്ച വാക്ക് തെറ്റായി, അതിനോട് എഗ്രി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നതിനെ ഫെമിനിച്ചി എന്നല്ലാതെ വേറെ എങ്ങനെയാണ് ആണുങ്ങൾ, പ്രത്യേകിച്ച് പാട്രിയാർക്കൽ വാല്യൂ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് വിളിക്കുക എന്ന് എനിക്കറിയില്ല. കാരണം സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കുന്ന, സിനിമയിൽ ജീവിക്കുന്ന, കഥാപാത്രമായി ജീവിക്കുന്നവരെ നമ്മൾ തേവിടിച്ചി എന്നാണ് പറയുക. ആ ഇച്ഛ തന്നെയാണ് സ്വന്തം ഇഷ്ടത്തിൽ, സ്വന്തം ശബ്ദത്തിൽ പറയാൻ തുടങ്ങുന്ന ഒരു സ്ത്രീയെ വിളിക്കുന്നത്. അങ്ങനെ അവർ വിളിച്ചില്ല എങ്കിൽ ചെയ്ത പ്രവർത്തനത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് എന്താ പറയുക, സ്വത്തുബോധമുള്ള ഒരു സ്ത്രീയും മനസ്സിലാക്കണം. ഞാൻ കുറച്ചും കൂടെ ഷാർപ്പാവേണ്ടതുണ്ട്. ശരിക്കുള്ള സ്ട്രിങ് ഞാൻ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ ശരിക്കുള്ള സ്ട്രിങ്ങാണ് സ്ട്രൈക്ക് ചെയ്തത് എന്നറിയുന്നത് ഫെമിനിച്ചി എന്ന് ആൾക്കാർ വിളിച്ചു തുടങ്ങുമ്പോഴാണ്. അങ്ങനെ തന്നെ ഒരു പാട്രിയാർക്കൽ വാല്യൂ സിസ്റ്റത്തിനകത്ത് നിന്ന് നമ്മൾ വിളിക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞത് തന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നത്, ഞാൻ കണ്ട കൂട്ടത്തിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫെമിനിസ്റ്റാണ് രേവതി. ബട്ട് ഷീ ഓൾവേസ് ടേക്സ് ദ സ്റ്റാൻഡ് ഓഫ് സെയിങ് ദാറ്റ് യെസ്, ഐ എം എ ഫെമിനിസ്റ്റ്, ബട്ട് ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ആൻഡ് ഐ എം എ ഹ്യൂമനിസ്റ്റ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പറഞ്ഞത്, ഇരുന്നത് എല്ലാം എന്നെ സംബന്ധിച്ച് ഒരു ഫെമിനിസ്റ്റ് ആക്ട് തന്നെയാണ്. ഇത്രയും സ്ത്രീകൾ ഇവിടെ എത്തിയത് അത്ര നിസ്സാരമായിട്ടുള്ള ജേണി കൊണ്ടല്ല. ഈ പാനലിൽ ഇവിടെ വന്ന് ഇരിക്കുകയും ഇതേപോലെ ഫേസ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു ഫെമിനിസ്റ്റ് പ്രവർത്തനം തന്നെയായിരുന്നു. മരിച്ചു കിടക്കുമ്പോഴും എൻ്റെ ടൂം സ്റ്റോണിൻ്റെ മേലെ ഹിയർ ലൈസ് എ ഫെമിനിസ്റ്റ് എന്ന് എഴുതി വെക്കണമെന്ന് വേണ്ടപ്പെട്ടവരെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ. സോ ഫെമിനിസ്റ്റ് എന്നുള്ള വാക്ക് എല്ലാ അർത്ഥത്തോടും കൂടെ ഞാൻ ഓൺ ചെയ്യും. അപ്പോൾ ഫെമിനിസ്റ്റിയായ ദീദി അങ്ങനെ തന്നെ വിളിക്കാം, അത് പറയാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് സമർപ്പിക്കുകയാണ്. പറയാൻ വന്നു എന്തെങ്കിലും? ആക്ച്വലി ആഫ്റ്റർ ദിസ്, ഈ മന്ത് എൻഡിൽ നമ്മളിപ്പോൾ സ്ത്രീ ശബ്ദം, സ്ത്രീനുള്ള സ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ, മന്ത് എൻഡിൽ ദ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ ഐ വാസ് ജസ്റ്റ് റീഡിങ് ദറ്റ് they are going to have a very special meeting, and അതിൽ പറയുന്നത് we want more diversity and visibility. ഇതാണ് അവരുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് കരുതുന്നത് ബെർലിനിൽ. So it is not only here in Kozhikode or in Kerala, you know, this is happening all over, and everybody is trying to അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവരുടെ സ്പേസ് റീക്ലെയിം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. So
ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് വേൾഡ് ഓവർ. ആൻഡ് അതിൽ അവർ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ദ സ്റ്റേറ്റസ് ഓഫ് വിമൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി. So, they're doing that in Berlin, on 23rd of February. So, this topic, subject in the parayna, it's a very important subject to constantly converse, discuss, talk about, because apparana nammada adutha generations we will lay a platform where they will feel proud and say that this start of the movement is what gives me. Ipo ivaru paranja pole, I will never forget those sisters. That is the way she feels, and I feel that I want to start another movement or I want to be part of another movement this generation where all the girls and boys said, wow, what they laid for me is that both of us can talk on equal platform, and there is no boy girl man woman. We are all voices, we are individual personalities. That is what I think it should come to. എനിക്ക് കുറച്ച് സമയം വളരെ പരിമിതമാണെന്നറിയാം. രഞ്ജിനി നേരത്തെ ചോദിച്ചൊരു ചോദ്യം, അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം, യാതൊരു സംശയമില്ല അതിൽ. അതുതന്നെയാണ് ഒരു പ്ലൂറാലിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിൽ മലയാള സിനിമ ഇന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നതും നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും ഇവിടെ ആരാണ് സ്ത്രീ എന്ന് പറയുന്ന പ്രഥമമായിട്ടുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. പല സ്ത്രീകളുണ്ട്, നമ്മൾ സമൂഹത്തിൻ്റെ പല കാറ്റഗറിയിലുള്ള സ്ത്രീകളുണ്ട്. അതിലേത് സ്ത്രീകൾക്കാണ് സിനിമയിൽ എൻട്രി കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് സ്ത്രീയാണ് സ്റ്റീരിയോട്ടിപ്പിക്കലായിട്ടാണെങ്കിൽ പോലും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഇനിയും ധാരാളം സ്ത്രീകൾ, പല കാറ്റഗറികളിലുള്ള, സോഷ്യൽ കാറ്റഗറികളിലുള്ള സ്ത്രീകൾ, ഒരു ദളിത് സ്ത്രീ മലയാള സിനിമയിൽ എന്ന് ആക്ടിങ് രംഗത്തേക്ക് വരും, അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് വരും, അല്ലെങ്കിൽ ടെക്നീഷ്യനായിട്ട് വരും എന്നൊക്കെയുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഫുൾ അവർ ചിത്രീകരിക്കുന്ന സ്ത്രീ വേറെ ആയിരിക്കും. നമ്മൾ ഇന്ന് മെയിൻ സ്ട്രീം സിനിമയിലോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആർട്ട് സിനിമയിലോ അല്ലെങ്കിൽ മധ്യവർത്തി സിനിമയിലോ കാണുന്ന തീമോ അല്ലെങ്കിൽ ക്യാരക്ടറൊന്നും ആയിരിക്കില്ല. അതിൻ്റെ പിന്നെ ടെക്നിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലും ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ഫ്രെയിം പോലും എല്ലാം കളർ പോലും വ്യത്യാസമായിരിക്കും. കമേഴ്ഷ്യൽ സിനിമയിൽ അതിൻ്റെ എസ്തെറ്റിക്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ആ ഡിഫറൻസസിനെ കൊണ്ടുവരാൻ മലയാള സിനിമ എന്നാണോ കേപ്പബിൾ ആണ്, അന്നാണ് നമുക്ക് എല്ലാ സ്ത്രീകൾക്കും അതിൽ ഇടമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള സ്ത്രീകൾക്ക് എത്ര ഇടമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ അന്വേഷണം. സാഹിത്യത്തിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ 80s തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ രംഗത്താണെങ്കിലും, ഫെമിനിസ്റ്റ് രാഷ്ട്രീയ രംഗത്താണെങ്കിലും. പിന്നെ ഇത് വൈദേശികമാണ് എന്നൊക്കെ പറയുന്ന വാദം പണ്ടേ തൊട്ട് കടന്നു വന്നിട്ടുള്ള. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ യൂറോപ്പിൽ നിന്ന് ഇവിടെ കൊണ്ടിരുത്തിയതാണെന്ന് നമ്മൾ പറയേണ്ടി വരും. എവിടെയൊക്കെ സ്ത്രീ ഉണ്ടോ അവിടെയൊക്കെ സ്ത്രീകളുടേതായുള്ള സ്വാതന്ത്ര്യ മോഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന രീതിയിൽ മാത്രമാണ് നമ്മളതിനെ ഫെമിനിസം എന്ന് പറയുന്നത്. അതിന് നമുക്ക് മലയാളത്തിൽ വേറെ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അലീനേഷൻ അല്ലെങ്കിൽ ഒരു അലിഗേഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ഭാഷയ്ക്ക് വലിയ വലിയ പരിമിതികളുണ്ട്. അത്തരം വലിയ വാക്കുകളെ, ആശയങ്ങളെ, രാഷ്ട്രീയ സംജ്ഞകളെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ സംസ്കൃതത്തെ കൂട്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കൂട്ടുപിടിക്കണം. നമ്മളിപ്പോൾ തൽക്കാലം സംസ്കൃതം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയും ഇംഗ്ലീഷിനെ കൂട്ടുപിടിക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയതുകൊണ്ട് മാത്രം. തീർച്ചയായിട്ടും ഒരു പക്ഷേ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു വന്ന, ചന്ദ്രിക പറഞ്ഞ കാര്യമായാലും രേവതി പറഞ്ഞ കാര്യമായാലും ആത്യന്തികമായിട്ട് ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഒരാൾ വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു, ഒരാൾ കുറച്ചും കൂടി ഹാർഷായിട്ട് പറഞ്ഞു എന്നുള്ളത് എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നിയിരിക്കുന്നത്. നമ്മുടെ സമയം അവസാനിക്കുന്ന ഒരു അവസരത്തിൽ ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാനുള്ള സിനിമയിലെ സ്ത്രീകൾ, സിനിമയുടെ ഉള്ളിലുള്ള സ്ത്രീകളായാലും സിനിമയുടെ പുറകിൽ നിൽക്കുന്നവരായാലും സ്ക്രീനിൽ നിൽക്കുന്നവരായാലും അവരുടേതായിട്ടുള്ള ഇടം പിടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴും പിടിച്ചെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അതിനുള്ളൊരു ചെറിയൊരു മൂവ് പല രീതിയിലുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഓഡിയൻസിലേക്ക് നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം എന്ന് തോന്നുന്നു. അതിനുള്ള സമയമായിരിക്കുന്നു. പാനലിനോട് ചോദിക്കാനുള്ളത്, ഈ അടുത്ത് കേട്ടൊരു കാര്യമാണ്, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഈ അടുത്ത കാലത്താണ് ഒരു ലേഡീസ് ടോയ്ലറ്റ് നിർമ്മിച്ചത് എന്ന്. അപ്പോൾ ഇത്രമേൽ പ്രശ്നം നേരത്തെ മുതലേ സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആ ജനപ്രിയ നടനെ ന്യായീകരിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പുറകിൽ നിന്ന് കൈയടിക്കാനും ഒരുപാട് സിനിമയിലെ സ്ത്രീകളുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ എത്രത്തോളം ബോധവതികളാണ്,
അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എത്രത്തോളം ബോധവതികളാണ്, അവരെത്രത്തോളം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. സിനിമ എന്ന വ്യവസായത്തിൻ്റെ സുഖങ്ങൾ അനുഭവിച്ച് ഭ്രമിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യും? See, we don't have to. ഇത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുള്ള ഒരു കാര്യം മാത്രമല്ല. ഇത് അറിയാൻ ഇവിടുത്തെ സ്ത്രീകൾ അങ്ങനെ പ്രബുദ്ധരായിരുന്നെങ്കിൽ, സിനിമയിലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ഡിഫക്റ്റും ഇല്ല, കാരണം അത്ര പ്രബുദ്ധരായിരുന്നു സ്ത്രീകളെങ്കിൽ നമ്മൾ അസംബ്ലിയിലും നമ്മൾ പാർലമെൻറ്റിലും നമ്മൾ ജുഡീഷ്യറിയിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്ര സ്ത്രീകളെ കണ്ടാൽ പോരാ. ഇപ്പം വന്ന് നീ ഒറ്റയ്ക്കാണോ വന്നത് അതോ കൂടെ വീട്ടിലുള്ള സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുള്ളതും മറ്റേ നടിക്ക് വേണ്ടി കൈയടിച്ച സ്ത്രീകളുടെയും ഒക്കെ ഉത്തരം അതിലുണ്ട്. താങ്കൾ പറയുന്നത് നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സിൽ പലപ്പോഴും സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീയുടെ സ്ഥാനവുമാണ് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു റെപ്ലിക്കേഷൻ ആണെന്നാണോ താങ്കൾ പറഞ്ഞത്? അത് സിനിമയിലും അങ്ങനെയാണ് എന്നാണോ പറഞ്ഞു വരുന്നത്? അതാണോ? മൈക്കെടുത്ത് പറയൂ. ലോകത്തിൽ തിരുഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് പുരുഷനെ ശ്രേണിവൽക്കരിക്കുന്നു, സ്ത്രീയെ അബല എന്നൊക്കെ ചിത്രീകരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കാണപ്പെടുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളൊക്കെ തന്നെ ഉണ്ടായത് ഇതിൽ നിന്നാണ്. അപ്പോൾ സ്ത്രീകൾ അതിൻ്റെ അടിസ്ഥാനശിലയായിട്ടുള്ള തിരുഗ്രന്ഥങ്ങളിലെ തിരുവചനങ്ങൾ തിരുത്താനാണ് സമരം ചെയ്യേണ്ടത്. നമ്മൾക്ക് മറ്റൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം തോന്നുന്നു. അതിന് ഉത്തരമില്ലായികയല്ല, അതിനൊരു ഉത്തരം കൊടുക്കാം എന്തായാലും. പക്ഷേ ഇത് ഫോക്കസ്ഡ് അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തിരുഗ്രന്ഥങ്ങൾ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗ്രന്ഥങ്ങളായിരിക്കും. നമുക്കറിയാമല്ലോ, എല്ലാ മതങ്ങളും സ്ത്രീ വിരുദ്ധമാണ്. സ്ത്രീയെ അടിച്ചമർത്താനും ഈ സമൂഹത്തെ നിലനിർത്താനായിട്ട് എങ്ങനെയൊക്കെ സ്ത്രീയെ ഉപയോഗിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ആണ് മതഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാം നമുക്കറിയാവുന്നതാണ്. അതൊക്കെ കുറേ കാലമായിട്ട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ മതങ്ങളും മതസംഘടനകളും സ്ത്രീക്കെതിരാണ്. സ്ത്രീയുടെ ശരീരത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതും അതുപോലെ തന്നെ സദാചാര പോലീസിങ് നടത്തുന്നതും ഒക്കെ ഈ മതശാസനങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ്. സെക്ഷൽ വയലൻസിനെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ റേപ്പ് ചെയ്താൽ പോലും അതിനെ ഭാര്യാധർമ്മം എന്നുള്ള രീതിയിൽ ഭാര്യ അത് സഹിക്കണമെന്നും അത് ഭർത്താവിനെ പൂജിക്കണമെന്നും പറയുന്ന മതങ്ങളുള്ളിടത്ത് വലിയ രക്ഷയൊന്നും സ്ത്രീകൾക്കുണ്ടാവില്ല. അപ്പോൾ സ്ത്രീ സ്വന്തം അവകാശത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൾ മതത്തെ എതിർക്കേണ്ടി വരും, മതസംഘടനകളെ എതിർക്കേണ്ടി വരും, അതിൻ്റെ അധികാര ഘടനകളെ മുഴുവൻ ചോദ്യം ചെയ്യേണ്ടി വരും. അത് വലിയ ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭാരം അല്ലെങ്കിൽ ഇത്രയും വലിയ ചലഞ്ച് സാഹസം ഏറ്റെടുക്കാൻ സ്ത്രീകൾക്ക് പേടിയാണ്. ആ പേടിയാണ് സ്ത്രീകളെ ഈ നീണ്ടകാലം നിശബ്ദതയിലേക്കും സഹനത്തിലേക്കും വലിച്ചിഴക്കുന്നത്. അത്തരം പേടിയില്ലാതെ നിർഭയമായി ഏത് സ്ത്രീ സംസാരിച്ചിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ അത്തരം സ്ത്രീകളാണ് സമൂഹത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിനും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ചലനങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് സ്ത്രീ വിമോചന ചരിത്രം. അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് തന്നെയും ചില പുരുഷന്മാർ അടക്കം ഉള്ളവരുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ള പലരുടെയും ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിമോചന സംഘടനകൾ വേണമെന്ന് പറയുന്നത്. അത് സ്ത്രീകളുടെ മാത്രമാവണമെന്നില്ല. പറഞ്ഞ പോലെ സിനിമയിലാണെങ്കിലും ഇപ്പോൾ ചെറുപ്പക്കാരുടേതായിട്ടുള്ള ന്യൂ ജനറേഷൻ, നമ്മൾ സ്നാക്സ് എന്ന് പറയും, സെൻസിറ്റീവ് ന്യൂ ഏജ് ഗൈസ് എന്ന് പറയും. അങ്ങനെയുള്ള കുറച്ച് സ്നാക്സിൻ്റെ ഒരു സാന്നിധ്യം മലയാള സിനിമയിലുണ്ട്, സാഹിത്യത്തിലുണ്ടല്ലോ, നല്ലോണം ഉണ്ട്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. സാഹിത്യത്തിലെ കുലപതികളായിരുന്നു
അവരുടെ സ്ത്രീ ചിത്രീകരണമൊക്കെ നമുക്കറിയാം. ഈ ലളിതാംബിക അന്തർജനൊക്കെ എന്നെ വളരെ മനോഹരമായി കളിയാക്കും, പരിഹസിക്കുകയും ക്രിട്ടിക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സാഹിത്യത്തിൽ അത് അങ്ങനെയല്ല. കുറേ ചെറുപ്പക്കാരുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽപ്പെട്ട കുറേ എഴുത്തുകാരുണ്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ളവർ. അങ്ങനെ മലയാള സിനിമയിലും ചെറിയ അനക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്ത്രീയും പുരുഷനും കൂടി ഒന്നിച്ച് ആണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചന്ദ്രിക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്. ഹ്യൂമനിസ്റ്റ് എന്നാവുമ്പോൾ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്നയാൾ എന്നല്ലേ, ബട്ട് ഫെമിനിസ്റ്റ് ആവുമ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് പ്രയോറിറ്റി വേണമെന്നല്ലേ പറയുന്നത്. ആക്ച്വലി മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എക്സെട്ര ഈക്വൽ അല്ലേ ഈ ഭൂമിയിൽ. അപ്പോൾ ഫെമിനിസ്റ്റ് എന്ന വാക്കിൻ്റെ പ്രസക്തി എന്താണെന്ന് ഒരു ചോദ്യം വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബീന ക്യാൻ ആൻസർ ദാറ്റ്. ആൻഡ് ഓൾസോ ഓക്കെ, ബിഫോർ ബീന ആൻസേഴ്സ്, ഞാൻ ഈ ഫെമിനിസം എന്താണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം അതൊന്ന് വായിക്കണം. ഇറ്റ് സേസ് ദ അഡ്വക്കസി ഓഫ് വിമൻസ് റൈറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ഈക്വാലിറ്റി ഓഫ് സെക്സസ്. ഇറ്റ് ഈസ് പ്ലെയിൻ ആൻഡ് സിമ്പിൾ. ഐ ഡോണ്ട് നോ വൈ വി ആർ ഫൈറ്റിംഗ് ഓൺ ദിസ്. മാം, ഒരു ക്വസ്റ്റ്യൻ. And that's why when you have in Berlin Festival, Alangil Sundance, or even in Oscars today, the need for diversity, you are basically saying, I don't want sexism, racism, casteism. All of these are ills of the society. They're not something one other than the rest. Whenever you have an unequal world, and that is not God-made, that's man-made, it needs to get out of the society for us to live like a humanist world, whatever that means. മാം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എക്സ്ക്യൂസ് മീ മാം, എനിക്കൊരു ചോദ്യമുണ്ട്. ഒരു കൗതുകത്തിന് പുറത്തുള്ള ചോദ്യമാണ്. ഇത്രയും നേരം ഞാൻ ഇന്നലെയും ഇന്നും ഇവിടെ അറ്റൻഡ് ചെയ്തിരുന്നു, പക്ഷെ ഒരു സെഷനും പുറകിലൊരു കാവൽക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇത് ഓർഗനൈസേഴ്സിന്റെ പണിയാണോ അതോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഒരു പേഴ്സണൽ ബോഡി ഗാർഡ് ആണെങ്കിൽ അയാൾക്ക് പുറത്ത് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു സ്റ്റേജിൽ പോലും വരട്ടെ പ്രകാശ് രാജിന്റെ സ്റ്റേജിന്റെ പുറയിലുണ്ടായിരുന്നു, റോമില താപ്പറിന്റെ സ്റ്റേജിന്റെ ഇതില് വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ആർട്ടിസ്റ്റുകളോടുള്ള ഒരുപക്ഷെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആരാധനയോ ഒക്കെ കൊണ്ട് പലപ്പോഴും ചില സമയത്ത് ചില ഭാഗത്തു നിന്നെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ വേണമെന്നല്ല പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത് non-issue because it's a question of security. There were many people who came here who had security. It's all right. I don't think we should change the discussion. മാം, എനിക്ക് ചോദിക്കാനുള്ളത്, നമസ്കാരം. I just want to add one more thing, and that is precisely why I disagreed with you. I think amongst women and men, we really need to understand what sexism and what the issue of sexism is and what is not. So then we'll be able to focus and reduce our problems in life generally. ഈ അടുത്ത് നമ്മുടെ ഒരു പ്രശസ്തിയായ നടി പറയുകയുണ്ടായി ടി വിയിൽ. മാം, ഇവിടെ പൊരിച്ച മീൻ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല, ആ തരത്തിലും. പിന്നെ അതുപോലെ തന്നെ പ്രേമം എന്നുള്ള സിനിമയിൽ ജോർജ് എന്ന് പറഞ്ഞ നിവിൻ പോളിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ചാളയാണെന്ന് പറയുമ്പം 2 പീസ് മുരിഞ്ഞ് എനിക്കിരിക്കട്ടെ, അപ്പോൾ അവൾക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു കൗതുകത്തിൻ്റെ പേരിൽ ചോദിക്കുന്നതാണ്, എല്ലാവരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഇതിൻ്റെ പേരിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുക? ആ പെൺകുട്ടീനെയാണോ അല്ലെങ്കിൽ അച്ഛനെയാണോ, ആ കുട്ടീനെ അമ്മേനെയാണോ അല്ലെങ്കിൽ ആ സഹോദരനെയാണോ? അമ്മയാണല്ലോ ആ ആൺകുട്ടിക്ക് കൊടുക്കുന്നത്, പെൺകുട്ടിയെ ഒഴിവാക്കിക്കൊണ്ട്. ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചു. Society that believes, that teaches you these things. Society that makes you think that your girl should not go and study. Society that makes you believe that at 21 your girl should get married. A society that believes that the virginity of the girl is the most important thing in life. It's about society. പിന്നെ അതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ സിനിമയുടെ അകത്ത് പോലും നമുക്കറിയാം, സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാൾ താഴെ നിൽക്കണം. മാരിറ്റൽ സ്റ്റാറ്റസിലായാലും ഏത് കാര്യത്തിലായാലും സ്ത്രീ എന്ന് പറയുമ്പോൾ പുരുഷനേക്കാൾ ഉയരം കുറഞ്ഞവളായിരിക്കണം, പുരുഷനേക്കാൾ സൗന്ദര്യം കൂടിയവളായിരിക്കണം, പുരുഷനേക്കാൾ ഏതൊക്കെ തരത്തിൽ കുറവുകൾ, എന്താണ്, മുടിക്ക് നീളം വേണം, സ്കിൻ ഫെയർ ആയിരിക്കണം, ഫെമിനിൻ ആയിരിക്കണം, സ്ട്രക്ചേർഡ് ആയിരിക്കണം. ഇതൊക്കെ പറയുന്നത് സിനിമയുടെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ ചെറിയൊരു കാര്യത്തിലെ കൂടിയാണ് റിമാക്ക് അല്ലെങ്കിൽ അത് പറഞ്ഞതെങ്കിലും അത് വളരെ കൃത്യമായിട്ട് ജീവിതത്തിൽ സാധാരണഗതിയിൽ ഓരോ സ്ത്രീയും അനുഭവിക്കുന്ന ഒരു കാര്യം ഉദാഹരണമായിട്ടെടുത്ത് റിമ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ദീദിക്ക് അതിന് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കും. റിമ സംസാരിച്ചത് പൊരിച്ച മീനിനെ കുറിച്ചല്ല എന്ന്
വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ആ ചോദ്യം ചോദിച്ചത്. ഇവിടുത്തെ കേരളത്തിലെ സാക്ഷരരും ഭയങ്കര സാംസ്കാരികമായി ഉയർന്ന നിലവാരമുള്ളവരുമായ ആൾക്കാർക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പൊരിച്ചമീനെ ചൊല്ലി കളിയാക്കി പറഞ്ഞ എല്ലാവർക്കും കൊള്ളേണ്ടടുത്ത് കൊണ്ടതുകൊണ്ടാണ് അവരതിനെപ്പറ്റി വേവലാതി തീരാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത് പോലെയാണ് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കഴിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഭക്ഷണം നമുക്ക് KN ഇവിടെ എഴുതിയിരുന്നു. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വലിയ വേദികളിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ അച്ചാറും സാമ്പാർ പൗഡറും ഇറക്കുന്നത്, അതെങ്ങനെയാണ് ഭക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയം കൊണ്ടുവരുന്നത്, ബീഫ് എങ്ങനെയാണ് നിരോധിക്കുന്നത് തുടങ്ങി ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന കേരളത്തിലാണ് ഒരു സ്ത്രീ ആദ്യമായിട്ട് പൊരിച്ച മീനിനെ കുറിച്ച് പറഞ്ഞപ്പം അത് രാഷ്ട്രീയമല്ലാതെ ആവുകയും അവൾക്ക് പൊരിച്ച മീൻ കിട്ടാത്തതാണ് പ്രശ്നം എന്നതിലേക്ക് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തത്. അത് ഉദ്ദേശിച്ചതല്ല. ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പം നമ്മളിപ്പോൾ അമ്മമാരാണല്ലോ കൊടുക്കുക മക്കൾക്ക്. അപ്പോൾ ആൺകുട്ടികൾക്ക് പ്രത്യേക കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെയാണോ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അച്ഛനെയാണോ? അല്ല, അമ്മയും അച്ഛനല്ല, സമൂഹത്തിനെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നാണ് ബീന പറഞ്ഞത്. അതാണ് അതിന്റെ ശരി. അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതല്ല അതിനുള്ള ഉത്തരം. നേരത്തെ പത്മപ്രിയ പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായില്ല ഡിസഗ്രിമെന്റ് എന്താണെന്ന്. സെക്സിസം എന്ന് പറയുന്നത്, ഈ അമ്മ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. അമ്മേനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അമ്മയുടെ ആറ്റിറ്റ്യൂഡ്, അമ്മയുടെ ബിലീഫ്സ്, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ പാട്രിയാർക്കിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മതവിശ്വാസങ്ങളാണ്. അത് ഭക്ഷണത്തിൽ ഡിസ്ക്രിമിനേഷൻ അമ്മയിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കറിയാം കേരളത്തിലെ സ്ത്രീകളിൽ 40% പേരും അനീമിക് ആണെന്നാണ് ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. എന്തുകൊണ്ട് പുരുഷന്മാർ അനീമിക് അല്ല? സ്ത്രീകൾക്ക് കൂടുതൽ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്. അയൺ ഫുഡ് നല്ലോണം ആവശ്യമുണ്ട്, കാൽഷ്യം അടങ്ങിയിട്ടുള്ളത്, വിറ്റമിൻ എ ആവശ്യമുള്ളത്. കാരണം അവരുടെ ബയോളജിക്കൽ നീഡാണത്. റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇഷ്യൂ അതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കൺസേൺ കുടുംബത്തിൽ ആരുടെ ഭാഗത്തൊന്നും ഉണ്ടാവാറില്ല. ഈ അമ്മയും അനീമിക്കായിരിക്കും, അമ്മയും ഡിപ്രൈവ് ചെയ്യുന്നുണ്ട് ഇതേ സാധനം. അമ്മയും പെൺമക്കളും കൂടിയിട്ടാണ് ഇത് സഹിക്കുന്നത്. അമ്മ മനഃപൂർവ്വമല്ല പെൺകുട്ടിക്ക് കൊടുക്കാതിരിക്കുന്നത്, മറിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മസ്കുലിനിറ്റി, ഫെമിനിനിറ്റി എന്ന് പറയുന്ന ആൺകുട്ടിയാണ് ഈ വീടിൻ്റെ പ്രൊട്ടക്ടർ ആവേണ്ടത്, പ്രൊവൈഡർ ആവേണ്ടത് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നിട്ടാണ് അമ്മ ആൺകുട്ടിയെ ഊട്ടി വളർത്തുകയാണ്. കാരണം വരുമാനം കൊണ്ടുവരേണ്ടത് അവനാണ് കുടുംബം നോക്കേണ്ടത്, അവൻ ഹെൽത്തി ആയിരിക്കണം. ഇതാണ് സെക്സിസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം. പെൺകുട്ടി വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ളതാണ്. അവളെ പഠിപ്പിക്കുന്നത് വെറും കല്യാണ മാർക്കറ്റിൽ അല്ലെങ്കിൽ കമ്പോളത്തിൽ കുറച്ചും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അവൾ അമ്മയും അച്ഛനും നോക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. മറിച്ച് നമുക്കറിയാം ഇങ്ങനെ ഊട്ടി വളർത്തുന്ന ആൺകുട്ടികൾ ഇക്കാലത്ത് അമ്മമാരെയും അച്ഛന്മാരെയും നോക്കുന്നതൊക്കെ വളരെ വളരെ ഇഷ്യൂ ആണ്. നമുക്കറിയാം ഓൾഡ് ഏജ് ഹോംസ് കൂടി വരുന്നുണ്ട്, അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന ഇഷ്യൂസ് ധാരാളം കൂടി വരുന്നുണ്ട്. ഇത് പെൺകുട്ടിയായി ജനിച്ച് മരിക്കുന്നത് വരെയുള്ള ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ആ ലൈഫ് സൈക്കിൾ ജീവിതചക്രത്തിൽ ഓരോ നിമിഷവും അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻ, ഓരോ നിമിഷവും അനുഭവിക്കുന്ന അടിച്ചമർത്തൽ, ഇതെല്ലാമാണ് നമ്മൾ ഈ പറയുന്ന സെക്സിസം എന്ന് പറയുന്നത്. സെക്സിസം എന്ന് പറയുന്നത് അല്ലാതെ വയലൻസ് മാത്രമല്ല, ആറ്റിറ്റ്യൂഡ്, സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാനിപ്പോൾ ഇരുട്ടത്ത് തനിച്ച് നടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Can I ask you a question, please? This is to all you wonderful ladies on stage now. So, talking about movies, and since you all are, a lot of you, at least 2 of you are from the movie industry and stuff, there's this thing that, okay, movies have started to become feministic and stuff, but is it really, like, because half the movies that come out under the brand of feminism, usually it somehow subscribes to the grand narrative that goes on. In the end, it's the lady has to go back to being a family woman, or she needs a male to come and save her. You see, ma'am, even in Revathy ma'am's Mitra, at the end of the movie, you know, the image is that she goes back to her husband, a family life, and there's this creation of this ideal Indian woman that we still somehow follows, and I think that goes completely against this feminist idea. What do you guys think of it? I can just stop this discussion saying I agree with you. But, see, feminism is not about standing alone on a pedestal. Nobody wants that. It is basically equal rights, that both of you have a say. When it is a family of a husband and wife, it is important that
ഒരു ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുക, ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കുക. രണ്ടുപേരും ദേ ഷുഡ് ബി ഏബിൾ ടു ടോക്ക് ടു ഈച്ച് അതർ, ലിസൺ ടു ഈച്ച് അതർ, സേ വാട്ട് ദേ ഫീൽ. Because our family unit is very important for the children. It is all one after the other. So it is about listening, giving equal standing to each other. It is very, very important, because there is no point in always the woman walking away, and that's not what it is. So for me, in cinema, I mean, Mitra is a different discussion altogether, but I think that was a perfect ending as far as the way I wanted the film to be. എല്ലാവരോടായിട്ടാണ് ചോദ്യം. ഒരു ആണിനെ സ്റ്റാറ്റസ് നോക്കാതെ, സാമ്പത്തികമായ ഇല്ലായ്മകളെ നോക്കാതെ ഈക്വലായിട്ട് പരിഗണിക്കാൻ ദീദിയെപ്പോലുള്ള ആളുകൾക്ക് സാധിക്കുമോ? അതിലെന്താ ഒരു സംശയം? എന്നോട് എന്തിനാ ചോദിച്ചത് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് മനസ്സിലാവുന്നേയില്ല. സന്തോഷത്തോടു കൂടി അങ്ങനെ തന്നെ ജീവിക്കും. ബോഡി ഗാർഡ് ഫിലിം ആക്ടേഴ്സ് ആണ്, അവർക്ക് എപ്പോഴും ബോഡി ഗാർഡ്സ് ഇല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും. So what do you want us to stand and have this conversation? What would you like us to do? Last question from there. Yes. ചോദിച്ചോളൂ. മൈക്ക് കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനിയില്ല ക്വസ്റ്റ്യൻ. ചോദിച്ചോളൂ, ഉറക്കെ ചോദിച്ചോളൂ. ഓക്കെ. പെട്ടെന്ന് ചോദിച്ചോളൂ, സമയം അവസാനിക്കുകയാണ്. Yes, ma'am. Sorry, ma'am. Okay, earlier Miss Padmapriya ma'am said that we discussed that how on sets we rarely witness, 2 or 3 women to the most. So, and you told that, women should come up and talk for themselves. We live in a country where most of our people are underprivileged. And the most oppressed are the women in that underprivileged as well. So how do you expect such women who are oppressed for most of their lives to come up and talk for themselves? And we all are here who at least have the basic education. And I consider myself privileged. That's why at least I'm standing here and asking this question. So how do you expect in such a society for women to come up and talk for themselves, where they are oppressed for years, raped for years, where they are completely they believe that they are useless? So how do you how do you want them to talk to? Don't you think that it should start from the base? So I think partly you answered the question by saying that you are at least have the ability to come up here and talk, and that's because of your education. I'll just finish. I think I'm just responding. So definitely education is the first one, and I'm not just talking about literacy, but education itself and the way the education is delivered also. But I will say from this point of view, right, and I'm here as a WCC member, as an actor more than anything else, and as a woman here. I think the biggest discovery, I remember Beena, we have a WhatsApp group. നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു WhatsApp group തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ ബീന പറഞ്ഞു, why the hell did we not start talking to each other before? We know each other for at least a decade. Why did we never speak to each other before? I think one of the biggest things for us, if we really feel we're oppressed and we cannot talk, is that for us women to talk to each other and try and understand what our space is, because it's very difficult for the opposite sex to completely understand us. And then to be able to communicate to the world and to the society what is our reflection or our understanding of inequality in the space. And I think only when we'll be able to articulate and develop that kind of a dialogue and that kind of an environment is when we will be able to develop that kind of a coherent society that we are talking about. If you look at what has happened with the Harvey Weinstein scandal coming out, it's created that dialogue space. Sometimes it happens through media, sometimes it happens through WCC, or sometimes it happens through various other things. But I think women need to come together for once to understand that they are in an unequal society and that they are responsible foremost in making it equal. Yes. I just want to add one more thing here. When we came as a collective, it is not talking about actors, editors, cinematographers, but we want to talk about the women, the cleaning women who are working in our
you said the uneducated, underprivileged. Yes, we want to talk about them. We want to bring avarkum oru safety venam, avarkum chela karyangal avashyamund, adum nokkanam, adokkeyana ഞങ്ങളുടെ plan. So that is a larger plan. So privileged ആയിട്ട് നമ്മളാണ് അവർക്ക് അവരുടെ റൈറ്റ്സ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മൾ എൻ്റെ മേഡിനോ അല്ല മറ്റേ പച്ചക്കറി വിൽക്കുന്ന സ്ത്രീക്കോ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് വി ഹു ഹാവ് ടു ട്രാൻസ്ഫോം ദിസ്. We have to transfer this. Exactly, ma'am. That's what I meant. Please. But I just wanted to say that aren't we? We can continue the discussion after this session because the next സെഷൻ ഈസ് അബൌട്ട് ടു സ്റ്റാർട്ട്. ഇത് കൺക്ലൂഡ് ചെയ്തേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഇവിടെ സമയം അതിക്രമിച്ചുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും സിനിമയ്ക്കുള്ളിൽ ഒരു സ്പേസ് സ്ത്രീകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. ആ ഒരു മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ ഈ ചർച്ച അവസാനിക്കുന്നു.